കമറുദ്ദീനിക്കാന്റെ ഒരു കിഡിലം പ്രതികരണം ഉണ്ട് കേട്ടോ. ഞാനിവിടെ അതൊന്ന് കേൾപ്പിക്കാം. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ.സി. വേണുഗോപാലും അതേപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ വന്നിട്ടുണ്ട്. പട നയിച്ചവൻ നയിക്കട്ടെ, കേരളത്തിന്റെ മുദ്രാവാക്യം അതാണ്. ഇന്ന് പല സ്ഥലത്തും ഈ പറയുന്ന വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആവണം എന്നുള്ള രീതിയിൽ ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. UDF പ്രവർത്തകർ. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടും മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളത് വി.ഡി. സതീശൻ തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കമറുദ്ദീനിക്ക കൃത്യമായിട്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചത്, ഓരോ നല്ലവരായ UDF പ്രവർത്തകരും പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്തായാലും പട നയിച്ചവൻ നയിക്കട്ടെ, പട നയിച്ചവൻ മുഖ്യമന്ത്രിയാവട്ടെ. നമസ്കാരം, കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. വിഷയം: കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDFന് മാന്യമായ ഭൂരിപക്ഷം കിട്ടി. ഇപ്പോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം എന്നുള്ള ചർച്ചയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് ഇന്നാൾ വേണം, കെ.സി. വേണുഗോപാൽ വേണം, വി.ഡി. സതീശൻ വേണം, രമേശ് ചെന്നിത്തല വേണം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഹൈക്കമാൻഡിലും അതുപോലെ തന്നെ KPCC ആസ്ഥാനത്തും ഒക്കെ ചർച്ചയാണ്. അതിന് മുന്നൊരു കാര്യം പറയാം, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനൊന്നുമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല. ഒരു സാധാരണ ഒരു പൗരൻ, ഒരു ജനാധിപത്യ വിശ്വാസിയാണ്, ഒരു വോട്ടറാണ്. രാജ്യത്തിന്റെ നട്ടലായിരുന്നു രാജ്യത്തിന്റെ കോൺഗ്രസ് പാർട്ടി. രാജ്യത്തിനെ ഒരുപാട് മുന്നോട്ട് നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരുപാട് മുന്നോട്ട് നയിക്കാൻ കാരണക്കാരായ ഒരുപാട് നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജ്യത്തിന് ഒരുപാട് സംഭാവന നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പ്രസ്ഥാനത്തിന് ഒരു വിഷയം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പാണ് നിലവിൽ കേരളത്തിൽ ചർച്ചയാണ്. വി.ഡി. സതീശന് വേണ്ടി കേരളത്തിന്റെ തെരുവീതികളിൽ UDFന്റെ അണികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേരള ചരിത്രത്തിൽ മുന്നുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു മുഖ്യമന്ത്രി ഇന്നാളാവണം എന്ന് കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ അണികൾ രംഗത്തിറങ്ങി തെരുവീതികളിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് കേരളം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി വിജയന്റെ ആദരണീയനായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളം ഭരിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. കേരളത്തിലെ പൊതുജനത്തിന്റെ വികാരം UDF ആയിരുന്നു. UDFന് അനുകൂലമായിട്ട് വോട്ട് കിട്ടി. വി.ഡി. സതീശൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വരുന്ന നിയമസഭയ്ക്കകത്ത് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ആർജവം കാണിച്ചത് വി.ഡി. സതീശനാണ്. പറയുമെല്ലാം ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും MP മാർ പറഞ്ഞോ? കേരളത്തിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ മെമ്പർമാർ, UDFന്റെ നിയമസഭാ മെമ്പർമാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ UDF ഗവൺമെന്റ് ഉണ്ടാവണമെന്ന ഒരൊറ്റ മുദ്രാവാക്യവുമായി ഇലക്ഷൻ നേരിട്ടുകൊണ്ട് ശക്തമായി പൊതുജനങ്ങളുടെ മുന്നിലൂടെ പടനയിച്ചവൻ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്ന് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ വിഷയമാണ്, മുന്ന് MP മാർ പാർലമെന്റിൽ മത്സരിച്ച് MP ആയ MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കരുത് എന്ന ഒരു തീരുമാനമായിരുന്നു ഹൈക്കമാൻഡിന്റെ. അല്ലെങ്കിൽ മുൻ KPCC അധ്യക്ഷനും കണ്ണൂരിന്റെ ലീഡറുമായ ബഹുമാനപ്പെട്ട K. സുധാകരൻ മത്സരിക്കുമായിരുന്നു. ഷാഫി പറമ്പിൽ മത്സരിക്കാമായിരുന്നു. MP മാർ ആരും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾ, നിയമസഭാ മെമ്പർമാർ, കോൺഗ്രസിൽപ്പെട്ട ആളുകളെ ഇപ്രാവശ്യം മത്സരിപ്പിച്ചിട്ട് ഇപ്പൊ ഭരണം ഉറപ്പിച്ചപ്പോ MP മാരെ കൊണ്ട് ഇപ്പോ നമ്മുടെ ബഹുമാനായ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവട്ടെ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ്. പല നയിച്ചാൻ വി.ഡി. സതീശനാണ്. കെ.സി. വേണുഗോപാൽ എന്നല്ല, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനൊന്നുമല്ല. ഇത് എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ നാശം കാണാനോ രാജ്യത്തുള്ള ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ആരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ആവണമെന്നില്ല. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അന്തസ്സോടെ പറയാം. അതുകൊണ്ടാണ് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ വനവാസത്തിന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. 100-ൽ-പരം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. വി.ഡി. സതീശന്റെ ആത്മവിശ്വാസം പോലെ തന്നെ നടന്നു. കേരളത്തിൽ 100-ൽ-പരം സീറ്റുകൾ കിട്ടി. ഇപ്പോൾ വി.ഡി. സതീശനെ വേണ്ട, ഇന്നാളെ ആക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്നാണ്. അങ്ങനെയുള്ളപ്പോൾ കെ.സി. വേണുഗോപാലിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയാൽ അദ്ദേഹത്തെ ഞാൻ വിയോജിപ്പ് പറയുന്ന ആളല്ല, അത് വേറെ വിഷയം. കേരളത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ഒരുപാട് പേര് മുദ്രാവാക്യങ്ങളിലൂടെ തെരുവീതികളിലൂടെ രംഗത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ മീഡിയകളിലൂടെ ഒരുപാട് കോൺഗ്രസിന്റെ പ്രവർത്തകർ കമന്റുകളുമായി വന്നപ്പോൾ അതൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യം പറയണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കേരളത്തിൽ 6 മാസത്തിനകം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അദ്ദേഹത്തെ 8 നിലയിൽ പൊട്ടിക്കുമെന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തകരല്ലാത്ത കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവര് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അവർ വോട്ട് ചെയ്യില്ല, ഉറപ്പ് വോട്ട് ചെയ്യില്ല. കെ.സി. വേണുഗോപാൽ അദ്ദേഹം ഒരു ആദരണീയനായ നേതാവാണ്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി, അങ്ങനെയുള്ള നല്ല ഈ മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന റാങ്കിൽ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ നിലവിൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ UDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പൊതുരംഗത്തിറങ്ങി പ്രവർത്തിച്ച ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ശരി. വേറൊരു നേതാവ് പറയുന്നുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ എന്നൊന്നുമില്ല, സോഷ്യൽ മീഡിയയ്ക്കാണോ തീരുമാനിക്കുന്നത്? സോഷ്യൽ മീഡിയ പൊതുജനങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതല്ലാതെ മൃഗങ്ങളല്ല ഉപയോഗിക്കുന്നത്. പൊതുജനം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. വോട്ടർമാർ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം രേഖപ്പെടുന്ന സോഷ്യൽ മീഡിയ അങ്ങനെ ആരും കൊച്ചാക്കരുത്. സോഷ്യൽ മീഡിയയാണ് ജനം. അല്ലെങ്കിൽ ഇന്നത്തെ പണ്ട് 50 വർഷം മുന്നത്തെ കാലമൊന്നുമല്ല, 21-ാം നൂറ്റാണ്ട് 2026 സോഷ്യൽ മീഡിയയെ പുച്ഛിച്ച് തള്ളിയവൻ എവനാണെങ്കിലും അവർ അതിപ്പതിച്ചിട്ടുള്ളൂ. അത് ആരാണെങ്കിലും സംശയം വേണ്ട. ഒരാളെ ഉയർത്താനും ഒരാളെ താഴ്ത്താനും സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്ന പോലെ ലോകത്ത് ഒരു സംവിധാനത്തിന്, ഒരു ചാനലിന് കഴിയില്ല. ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ. അതുകൊണ്ട്
ഈ പറയുന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആളുകളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ആക്കുകയാണെങ്കിൽ ഉറപ്പാണ് വലിയൊരു വലിയ പ്രശ്നങ്ങളാവും കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്ന ഫാഷിസ്റ്റുകളുടെ മുന്നിൽ ഇങ്ങനെ തമ്മിൽ തല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പൊതുജനത്തിന്റെ വികാരമാണ് വി ഡി സതീശൻ. പല നയിച്ചവൻ വി ഡി സതീശനാണ്. പല നയിച്ചും അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചതും വി ഡിയാണ്. ഇപ്പൊ വി ഡിക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കുക, എന്നിട്ട് തലയപ്പൊന്നായിരിക്കും നല്ലത്. വി ഡിക്ക് അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാവും. പിന്നെ വേറെ കാര്യം പറയാണ്, ഇത്രത്തോളം സീറ്റും കിട്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതും രാജ്യം ഭരിച്ച ഒരുപാട് പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. വല്ലാത്ത സങ്കടമുണ്ട്. പൊതുജനം ഇപ്പോ പല രീതിക്കാണ് അഭിപ്രായം. ഇതാണോ കോൺഗ്രസ്, ഇങ്ങനെയാണോ കോൺഗ്രസ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ വോട്ട് ചെയ്തല്ലോ, നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും എന്ന ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാകും, അങ്ങനെയെങ്കിൽ നമുക്ക് വോട്ട് കൊടുക്കാം എന്നുള്ള ബേസിലല്ലേ ഞങ്ങൾ വോട്ട് ചെയ്താണോ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. അതാവട്ടെ, കളിയാക്കട്ടെ. സോഷ്യൽ മീഡിയയാണ്, പൊതുജനം പലവിധമാണെങ്കിലും പട നയിച്ചവൻ നാട് നയിക്കണം. പട നയിച്ചവനെ നാട് നയിക്കാൻ പാടുള്ളൂ. ഒരു കുട്ടി ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അത് ആ ഉണ്ടാക്കിയ മാതാവിനും പിതാവിനും അതിന് വിഷമം അറിയുള്ളൂ. കണ്ടു നിന്നപ്പം പറയാൻ ആ കുട്ടിയുടെ തന്ന ഞാനെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഒന്നും വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിനെ പേരിൽ എന്നെ പൊങ്കരാൻ വേണ്ട. പൊതുജന അഭിപ്രായം പറഞ്ഞത് അത് പറയും. ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയങ്ങൾ ഇടപെടാം. രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കുന്നില്ല. ആദരണീയനായ കെ സി വേണുഗോപാൽ രാജ്യത്തിന്റെ ഹൈക്കമാൻഡിന്റെ തലപ്പത്തിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കേരളം ഭരിക്കട്ടെ എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇപ്പൊ കമറുദ്ദീനൊക്കെ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേട്ടല്ലോ. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പറയുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? കമറുദ്ദീനൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഒരു വിലപ്പെട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പങ്കുവെക്കുക.